ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും നല്ല ഡിസൈൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷനായി പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ കിടിലൻ ഡിസൈൻസാണ് ഇന്നത്തെ വീഡിയോയിൽ മൊത്തം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത് ലാൽജി വാലയുടെ 290 കട്ടിൽ വരുന്ന രാജവാടി പ്രിൻ്റാണ് കേട്ടോ. അത് വൈറ്റ് ഗോൾഡ് എന്ന് പറയപ്പെടും ഐറ്റത്തിൻ്റെ ഡിസൈൻസാണ് കാണിക്കുന്നത്. നല്ല കിടിലൻ ഡിസൈൻസാണ്. കിടിലൻ ഡിസൈൻസ് ഞാൻ പറഞ്ഞതല്ല, ഇത് നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് 1-2 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞത് കേട്ടോ. ഞാൻ തന്നെ കിടിലൻ ഡിസൈനാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമല്ലോ. അപ്പോൾ 1-2 പേർക്ക് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു നല്ല ഡിസൈൻസൊക്കെയാണെന്ന്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. സ്കിപ്പ് ചെയ്യരുത്, മൊത്തത്തിൽ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് ഡിസൈൻസ്, കളേഴ്സ്, ഇനി എന്തെങ്കിലുമൊക്കെ പുതിയ രീതിക്കുള്ള ഡിസൈൻസ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നിലും വാട്സാപ്പ് വഴി അല്ലെങ്കിൽ കമൻറ്റായിട്ടൊക്കെ അറിയിക്കുക. നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നിങ്ങൾക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് വർക്കിംഗ് ടൈമിൽ നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. സൺഡേസ് നമ്മൾ വർക്കിംഗ് ആയിരിക്കില്ല, ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും വർക്കിംഗ് ആയിരിക്കും. ദൂരെ നിന്ന് വരുന്നവരൊന്ന് വിളിച്ചിട്ട് വരിക. ചെറുതായിട്ട് നമ്മൾ ഡിസൈൻ്റെ കാര്യത്തിൽ ഒന്ന് ഔട്ട് ഓഫ് ട്രാക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കസ്റ്റമേഴ്സ് 1-2 പേര് നമ്മളത് സൂചിപ്പിച്ചു. എന്താണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടതെന്ന് നമുക്ക് ശരിക്കും അറിയാം. അത് വൈറ്റ് ഗോൾഡ് തന്നെയാണെന്ന് നമുക്ക് ശരിക്കും അറിയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വൈറ്റ് ഗോൾഡ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ട്. പണ്ടൊക്കെ വൈറ്റ് ഗോൾഡ് എടുക്കാൻ പേടിയായിരുന്നവരൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് പേര് വൈറ്റ് ഗോൾഡ് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിന് എന്താണ് ആവശ്യം അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഐറ്റം പോകുള്ളൂ. അത് ഈ വൈറ്റ് ഗോൾഡ് തന്നെയാണ് നമ്മളത് പഠിപ്പിച്ചതും. ഇന്നും വൈറ്റ് ഗോൾഡ് എന്ന് കേൾക്കുമ്പോൾ പേടിയുള്ളവരുണ്ട്. അങ്ങനെ പേടിയുള്ളവർ മുഖം തിരിച്ച് നിൽക്കുന്നവരോട് അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ ഐറ്റം എന്താണെന്നുള്ളത് നിങ്ങളുടെ കസ്റ്റമറിനെ കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക, എന്നിട്ട് ഇതിനെ കുറ്റം പറയുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എടുത്തേക്കണത് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോഴും പേടിച്ച് വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ഐറ്റമൊക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 കൊല്ലത്തിൻ്റെ മുകളിൽ ലാൽജി വാല നമ്മൾ ചെയ്യുന്നു, അതും വൈറ്റ് ഗോൾഡിൽ തന്നെ. നമ്മുടെ അടുത്ത് എടുത്തവർ തന്നെ വീണ്ടും ഇഷ്ടംപോലെ പേര് എടുക്കുന്നുണ്ട്. മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയി. 143+ GST ആണ് റേറ്റ് വരുന്നത്. 150 രൂപയുടെ അടുത്ത് ഏകദേശം റേറ്റ് വരും. മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസാണ് കേട്ടോ. ഹോൾസെയിലായിട്ട് കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് 10 പീസാണ്. റീറ്റെയിലായിട്ട് ഒരു പീസായിട്ടൊക്കെ കിട്ടും. അപ്പോൾ റീറ്റെയിലിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങി റീറ്റെയിലിൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. അതിനകത്ത് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഡിസൈൻസ് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കാറ്റലോഗ് എന്ന ഓപ്ഷൻ നമ്മൾ ചെയ്തു വെച്ചിട്ടില്ല. അത് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഇപ്പോൾ പുതിയ സ്റ്റോക്കൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയക്കുക, നിങ്ങൾക്ക് എന്തായിട്ടാണ് വേണ്ടതെന്ന് വയ്ക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻസൊക്കെ അയച്ചു തരും കേട്ടോ. ഇതല്ലാതെയും വേറെ ഡിസൈൻസൊക്കെ സ്റ്റോക്കിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് ഡിസൈൻസ് ചോദിച്ചോ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ആരും അയക്കൊന്നും വേണ്ട. അയച്ചെന്ന് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല. അയച്ച് വെറുതെ സമയം കളയണ്ട. അതിൽ നല്ല നിങ്ങൾ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈൻസ് കിട്ടും. പിന്നെ ഇത് നമ്മുടെ ചെമ്പരത്തിപ്പൂ കേട്ടോ. ഞാനത് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അതാണ് മനസ്സിലായത്. അപ്പോൾ അതൊന്ന് പറയണമെന്ന് ഓർത്തു. മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനായിട്ട് സിമ്പിളാണ്. നിങ്ങൾക്ക് ഡിസൈൻസ് കിട്ടിയ ഡിസൈൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണോ അത് റിട്ടേൺ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു കൊടുക്കുക. ഒരു പ്രാവശ്യം മാത്രം അഡ്രസ്സ് അയച്ചു കൊടുത്താൽ മതി. നിങ്ങൾ എപ്പോഴും അഡ്രസ്സ് അയച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അഡ്രസ്സ് അയച്ചു കൊടുക്കുക, വിത്ത് പിൻകോഡ് അയച്ചു കൊടുക്കണം. ഇപ്പോഴും ഒരുപാട് പേര് പിൻകോഡ് അയക്കാൻ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പിൻകോഡ് അയക്കാൻ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ. പിൻകോഡ് അയച്ചു കൊടുക്കുക. അന്നേരം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സെയിൽ ഓർഡർ കിട്ടും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇന്ത്യ പോസ്റ്റാണ് കൊറിയറാണോ നിങ്ങളുടെ കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കണം. സെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ 2 ഇതിൽ പേയ്മെൻറ്റ് ചെയ്യുക. ക്യാഷ് ഓൺ ഡെലിവറി എന്ന ഓപ്ഷൻ നിങ്ങൾക്കില്ല. നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഈ സെയിം ഡേ തന്നെ ഡിസ്പാച്ച് ആവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കും ഇവിടുന്ന് ഐറ്റം പോകുന്നത് കേട്ടോ. പാഴ്സലായിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നെക്സ്റ്റ് ഡേ ആണ്. സെയിം ഡേ തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ ആരും നിർബന്ധം പിടിക്കരുത്. കൊറിയറൊക്കെയാണ് നമ്മൾ മാക്സിമം സെയിം ഡേ തന്നെ ഡിസ്പാച്ച് ചെയ്യാറുള്ളൂ. ഇന്ത്യ പോസ്റ്റ് നെക്സ്റ്റ് ഡേയിലേക്കാണ് ചെയ്യാറുള്ളത്. ചെയ്ത് ഒരു ടൈമിങ്ങാണ് ഇന്ത്യ പോസ്റ്റിനൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. നല്ലതാണെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, കമൻറ്റായിട്ടോ മെസ്സേജായിട്ടൊക്കെ അറിയിക്കുക. വേറെ എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ഡിസൈൻസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.